ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ നടന്ന യോഗം അവസാനിച്ചു എന്നാണ് ഡൽഹി ബ്യൂറോ പറയുന്നത്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗമാണ് ഇപ്പോൾ ജസ്റ്റ് മുമ്പ് അവസാനിച്ചത്. ബൽറാം നടുങ്ങാടി ഇപ്പോൾ പ്രധാനമന്ത്രി വീടിന് മുന്നിലാണുള്ളത്. ബൽറാം തത്സമയം ചേരുകയാണ്. ബൽറാം, ഈ യോഗം അവസാനിച്ചിട്ട് കുറച്ചു നേരമായല്ലോ, എന്തെങ്കിലും തീരുമാനം പുറത്തറിഞ്ഞിട്ടുണ്ടോ? SKN അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അവസാനിച്ചത്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയാണ് യോഗം ചേർന്നത്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ ഈ യോഗത്തിൽ അവലോകനം ചെയ്തിട്ടുണ്ട്. ഏത് തരത്തിലാണ് അന്വേഷണത്തിന്റെ പുരോഗതി, നിലവിൽ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം എന്ത് തുടങ്ങിയ കാര്യങ്ങളാണ് അവലോകനം ചെയ്തിരിക്കുന്നത്. നിലവിൽ ആഭ്യന്തരമന്ത്രിക്ക് വിവിധ ഏജൻസികൾ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇതൊരു ചാവേർ ബോംബാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അബദ്ധത്തിൽ ബോംബ് പൊട്ടിയതാകാനുള്ള സാധ്യതയുമുണ്ട്. അത് അസംസ്കൃത വസ്തുക്കൾ, പൂർണ്ണമായും ഒരു ബോംബായി നിർമ്മിക്കാത്ത വസ്തുക്കളാണ് ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനായി കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നാണ് ഏജൻസികൾ അറിയിച്ചിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയെ. പ്രത്യേകിച്ച് പരിശോധനയിൽ വലിയ വെല്ലുവിളി നേരിടുന്നത് ശക്തമായ തീ ആ പ്രദേശത്ത് പടർന്നിരുന്നു സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ എന്നതുകൊണ്ട് തന്നെ അത് കെടുത്താൻ ആദ്യമായി തന്നെ ഈ ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ച് വെള്ളം ചീറ്റേണ്ടി വന്നു. ഇത് കുറേയേറെ തെളിവുകൾ നശിക്കാൻ ഇടയായി എന്നും അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായ പരിശോധന ഇവിടെ നിന്നും ലഭിച്ച സാമ്പിളുകളിൽ ആവശ്യമാണ് എന്നുമാണ്. 42 സാമ്പിളുകൾ ഇതിനകം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അവ സൂക്ഷ്മമായി പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമായിരിക്കും ഇത് ഏത് തരത്തിൽ രാജ്യത്തിന് പുറമേ നിന്നുള്ള സ്ഫോടക വസ്തുക്കൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. ഇക്കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ അന്തിമ റിപ്പോർട്ടിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഏജൻസികൾ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയത്. ഇക്കാര്യമാണ് ഇന്ന് യോഗത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ വിദേശ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള ഏജൻസികളുടെ റിപ്പോർട്ടും യോഗത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്ത് ശേഷമായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ എന്ത് എന്ന കാര്യത്തിൽ കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ രാജ്യം ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനം സംബന്ധിച്ച് അല്പസമയത്തിനകം കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.